ഈ ട്യൂട്ടർ കണ്ടോ, ഇത് DS18 Pro എന്നുള്ള ഒരു Pro TW210 എന്ന നമ്പറുള്ള ആ ഒരു മോഡൽ നമ്പറുള്ള ട്യൂട്ടറാണ്. അപ്പോൾ 4 ohms 220 watts RMS ഉള്ള ഒരു ബുള്ളറ്റ് ട്യൂട്ടറാണ്. അപ്പോൾ ഇത് സംഭവം എന്താ വെച്ചാൽ ഇത് വർക്ക് ചെയ്യാതായപ്പോൾ ഇത് സർവീസ് ചെയ്യാൻ കൊടുത്താണ്. അതായത് നമ്മൾ പേപ്പർ ചെയ്യാനും കോയിൽ ചെയ്യാനോ കൊടുക്കുമല്ലോ. അങ്ങനെ കൊടുത്തതിൽ കൊണ്ടുവന്നതിന് ശേഷം ഇത് ഓൺ ചെയ്തപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് IC പോയി. അതായത് ആംപ്ലിഫയറിൽ ഉണ്ടായിരുന്ന ഔട്ട്പുട്ട് IC രണ്ടാമത് ഇട്ടപ്പോഴും പോയി, മൂന്നാമത് ഇട്ടപ്പോഴും പോയി. അത് കാരണം അവർ വെക്കുന്ന ആ ലൗഡ്നെസ്സും അവർ വെക്കുന്ന ആ പീക്കും അതിനും അതേപോലെ തന്നെ ഇതിനു മുമ്പ് വെച്ച അതേപോലെ തന്നെയാണ് ഇത് നന്നായി കൊണ്ടുവന്നപ്പോൾ ചെക്ക് ചെയ്തത്, ആ വർക്ക് ചെയ്യിച്ചത്. അപ്പോൾ ഔട്ട്പുട്ട് പോയി. അപ്പോൾ ആ കാരണം അന്വേഷിച്ച് പോയപ്പോഴാണ് ഞാൻ ഇത് അയച്ചു നോക്കിയത്. ഇപ്പോൾ ഞാൻ രണ്ടാമത് നിങ്ങൾക്ക് വീഡിയോക്ക് വേണ്ടി ഇത് ഫിറ്റ് ചെയ്ത് വെച്ചാൽ അപ്പോൾ ഞാൻ അയച്ച് സംഭവം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡയഫ്രം കോയിലും. അപ്പോൾ ഈ കോയിൽ ബേൺ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ ഭാഗത്ത് ഞാൻ ബേൺ ആയിട്ട് ഉള്ള ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഇത് ബേൺ ആയി കിടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ കോയിൽ മാറ്റിയിടാനാണല്ലോ നമ്മൾ കൊണ്ടുപോയത്. അപ്പോൾ ഈ കോയിൽ മാറ്റിയിടാൻ വേണ്ടി അതിന് പകരം ഇവിടെ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഏരിയയിൽ നിന്ന് ഒരു ലൈൻ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഏരിയയിൽ നിന്ന് നേരിട്ട് സോൾഡർ ആ നമ്മളെ ഔട്ട്പുട്ട് ടെർമിനലിലേക്ക് സോൾഡർ ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്താവും, ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ, പക്ഷേ ആ ഔട്ട്പുട്ട് പോകാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഓംസ് കുറഞ്ഞു. അപ്പോൾ ഓംസ് കുറഞ്ഞു കഴിയുമ്പോൾ ആ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു അതായത് ഇമ്പിഡൻസ് ലോഡ് ഇമ്പിഡൻസ് മൊത്തത്തിൽ കുറയും. അപ്പോൾ അത് ഈ ഫിൽറ്ററിൽ കൂടി ഈ ഫിൽറ്ററിൻ്റെ മാറ്റവും വന്നു. അപ്പോൾ ആ ഓംസിനും ആ ഫ്രീക്വൻസി അതായത് കട്ട് ഓഫ് ഫ്രീക്വൻസിയും അതെല്ലാത്തിനെയും ആശ്രയിച്ച് ഇതുപോലെ പ്രോ സാധനങ്ങൾ നല്ല ബ്രാൻഡ് സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതെല്ലാം ആശ്രയിച്ചാണ് ഇതിൻ്റെ ഫിൽറ്റർ ഡിസൈൻ ആവുന്നത്. അതായത് ഇതിൻ്റെ ഫിൽറ്ററിൻ്റെ വാല്യൂ തീരുമാനമാവുന്നത്. അപ്പോൾ ആ ഫിൽറ്ററിൻ്റെ വാല്യൂ മാറ്റം വരുത്തേണ്ടി വരും. ഇത് ഇനി ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ റിസ്ക് ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാതെ കോയിൽ മാറ്റുകയാണ് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. ഇങ്ങനെയുള്ള അവസ്ഥകൾ വരാം. നിങ്ങളിത് ചിലപ്പോൾ സർവീസിന് കൊടുക്കുമ്പോൾ അയച്ചു നോക്കി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതായത് എന്താണ് അതിനുള്ളിൽ സംഭവിച്ചത് നിങ്ങൾ അറിയണം, എന്നിട്ട് വേണം കൊണ്ടുകൊടുക്കാൻ. സ്പീക്കർ കോയിലും മറ്റൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ല. അതുപോലെ അത് അതിനുള്ളിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി എന്ത് കാര്യം കൊണ്ടാണ് എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ച് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് പറയാനില്ല. അത് ഞാൻ എവിടെ കൊടുത്തതെന്ന് ഞാൻ പറയുന്നില്ല, ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ ശ്രദ്ധിക്കുക, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നീട് പോകുന്നുണ്ടെങ്കിൽ അത് പല കാരണം ഉണ്ടാവും. അപ്പോൾ അതിൽ ഇങ്ങനെയും ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. കൊണ്ടുവന്നതിൻ്റെ ശേഷം പെട്ടെന്ന് തന്നെ പഴയ പോലെ എന്നൊരു ലൗഡിൽ തുറന്ന് ചെക്ക് ചെയ്തു. ആദ്യം ലൗഡിൽ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ പിന്നീട് ലൗഡിൽ തന്നെ തുറക്കുക. അപ്പോൾ ആ ലൗഡ്നെസ് രണ്ടാമത് തുറക്കാതെ ആദ്യം പതുക്കെ നോക്കുക, എന്തെങ്കിലും ഹീറ്റ് ഓവർ ആവുന്നുണ്ടോ എന്നിട്ടൊക്കെ നോക്കിയിട്ട് സാധാരണ പോലെ ഉപയോഗിച്ചാൽ മതി. അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.